കുതിരകളുടെ സ്റ്റാച്യു നമ്മുടെ ഓഫീസ് ടേബിളിൽ വെച്ച് നമ്മൾ ഉയർച്ച പെട്ടെന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ഫോട്ടോസ് ചിലതൊക്കെ തെറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇടികൂടി തല്ലിക്കൂട്ടി പിരിയും. കുരിശിൽ കിടക്കുന്ന ജീസസിനേക്കാൾ നല്ലത് ജീസസ് വളരെ പ്രസൻ്റായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് അതാണ് വയ്ക്കേണ്ടത്. ചുമർ ചിത്രങ്ങൾ വാസ്തുവിൽ ഒരുപാട് ചുമർ ചിത്രങ്ങളിൽ പ്രാധാന്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശ്രീ രാജേന്ദ്ര ബാബു സർ, ഇതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് വിശദീകരിച്ച് തരാൻ പറ്റുമോ? ചുമർ ചിത്രങ്ങൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഒത്തിരി പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഫെങ്ഷുയിലാണെങ്കിലും മറ്റ് ഈജിപ്ഷ്യൻ വാസ്തു മെത്തേഡിലൊക്കെ ആണെങ്കിൽ ഒത്തിരിയധികം ചുമർ ചിത്രങ്ങളും കളറുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് കളറ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ കളറ് യൂസ് ചെയ്തിട്ട് ആ വീട്ടിൽ പോസിറ്റീവാക്കി എടുക്കുന്ന ഒത്തിരി പരിപാടിയുണ്ട്. ഇത് കൂടാതെ നമ്മൾ വീടുകളിലേക്ക് ചിത്രങ്ങളും ചെറിയ ചെറിയ പിരമിഡ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിരമിഡുകൾ, ഇത് പിന്നെ നമ്മുടെ കുബേരൻ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. ധനം വരുത്താനായിട്ട് കുബേരൻ്റെ പ്രതിമ ചെറുതൊരെണ്ണം നമ്മൾ വടക്ക് ഭാഗത്ത് കുബേരൻ്റെ വീതിയിൽ വെച്ചു കൊടുക്കും. ട്രമൻഡസ് ചേഞ്ചാണ് അവിടെ വരാൻ പോകുന്നത് കുബേരനെ കൊണ്ടുപോയത്. അതുപോലെ 7 കുതിരകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിനും പ്രാധാന്യമുണ്ട്. താഴേക്ക് പോകുന്നത് മുകളിലേക്ക് കയറുന്നത്. ഇപ്പം ഒരു വീട്ടിലൊരു വെള്ളച്ചാട്ടം കണ്ടു, കുട്ടികൾ കണ്ടു, ആ ചിത്രം മേടിച്ചുകൊണ്ട് വെച്ചു. അതപ്പം തന്നെ ഉണ്ടാവുള്ളൂ. വെള്ളച്ചാട്ടം ഇറങ്ങിപ്പോവാണ്. പക്ഷെ ഫൗണ്ടൻ വെക്കുന്നതും ഫൗണ്ടൻ നല്ലതാണ്. ഫൗണ്ടൻ വടക്ക് ഭാഗത്ത് വടക്കിഴക്ക് ഭാഗത്ത് വയ്ക്കാം. ഈ വെള്ളച്ചാട്ടം താഴോട്ടാണ്. ഈ വെള്ളച്ചാട്ടം എല്ലാവരും പറയുന്നത് നല്ലതാണ്. എൻ്റെ പല പരീക്ഷണങ്ങളിലും വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ വെച്ചാൽ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. പക്ഷെ പല ചിത്രങ്ങളിലും ഈ സീനറി വെക്കുമ്പോൾ അതിൻ്റെ ഒഴുക്കാണ് കണ്ടിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ഒഴുക്കാണ്. അത് പ്രശ്നം. കീഴ്പോട്ടൊരു പ്രശ്നമാണ്. മേപ്പോട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഒഴുക്ക്. ഇപ്പം നദി ഒഴുകണം, നദി ഇങ്ങനെ ഫ്ലോ ഒഴുകണ ഒത്തിരി ഇതുണ്ട്. അതങ്ങനെ കണ്ടിന്യൂ ആയിക്കോട്ടെ, കണ്ടിന്യൂ ചെയ്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലും അതുപോലുള്ള ഒഴുക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് കാരണം ഒഴുകണമല്ലോ. എല്ലാം ഇത് ഒഴുക്ക് നന്നാകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഒഴുക്ക് താഴോട്ട് പോകാനോ നിയന്ത്രിക്കാനോ അല്ല. നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ ഇതും ധനം, മറ്റ് ജനങ്ങളിൽ നിന്നുള്ള അട്രാക്ഷൻ, ജനങ്ങളുമായിട്ട് പെരുമാറാനുള്ള പുറത്തുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് സ്റ്റാറ്റസ്, ഇതെല്ലാം നമുക്ക് നിലനിൽക്കണം. അതങ്ങനെ തുടർന്ന് പോകണം. ഇതിനൊക്കെ ഈ ജീവിതചര്യയും നമ്മുടെ വീടുകളിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, നമ്മുടെ വീട്ടിൽ പണ്ട് കാലങ്ങളിൽ ക്ലോക്ക് വയ്ക്കും. പണ്ടല്ല, ഇപ്പോഴും ക്ലോക്ക് വയ്ക്കും. നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് ക്ലോക്ക് വയ്ക്കാം. നേരെ മറിച്ച് ഒരു വാതിൽ തുറന്ന് വീടിനകത്തേക്ക് കയറുമ്പോൾ ക്ലോക്ക് കാണാൻ പാടില്ല. നേരെ വാതിൽക്കൽ ക്ലോക്ക് വെച്ചാൽ നമ്മളെ കറക്കും. നമ്മളായിട്ട് കറക്കും എന്നാണ് പറയുന്നത്. ക്ലോക്ക് കറക്കാണ്. അതുകൊണ്ട് ഇപ്പം എല്ലാവരും ക്ലോക്ക് മാറ്റി വടക്കേ ഭിത്തിയിലോട്ട് വയ്ക്കുക. ഡോറ് തുറക്കുമ്പോൾ വടക്ക് ഭാഗത്തുള്ള ഭിത്തിയിലാണ് ക്ലോക്ക് ഓർക്കുന്നുണ്ട്. ഇത് ഈ ഒരു അവസ്ഥ ഞാൻ കയറുമ്പോൾ തന്നെ ഞാൻ കണ്ടത് ക്ലോക്കായിരുന്നു. ക്ലോക്ക് അങ്ങനെ വയ്ക്കാൻ പാടില്ല. ക്ലോക്ക് നമ്മൾ മാറി വയ്ക്കണം. പിതൃക്കളുടെ ഫോട്ടോ, നമ്മുടെ പൂർവികർ, നമ്മളെ വളർത്തി വലുതാക്കി നമ്മളെ ജനിപ്പിച്ച അച്ഛനും അമ്മയുടെയൊക്കെ ഫോട്ടോ വയ്ക്കേണ്ട തെക്ക് ഭാഗത്തുള്ള ഭിത്തിയിലാണ്. അത് റെഡ് പെയിൻ്റ് അടിച്ചിട്ട് അവിടെ വയ്ക്കണം. അത് ഈശ്വരന്മാരുടെ അവിടെ നിന്ന് മാറി വയ്ക്കണം. ഇവർ മരിച്ചു കഴിഞ്ഞാൽ പിതൃവാണ്. നമ്മുടെ ലോകത്തല്ല അവർ. എല്ലാവരും പറയും എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്. ഒന്നുമല്ല, മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്ഥാനം വേറെയാണ്. അവരങ്ങ് വൈകിട്ടല്ലോ. ചില വീടുകളിൽ ഞാൻ കണ്ടത് അവർ പൂജാമുറിയിൽ ഒരിക്കലും പാടില്ല. പൂജാമുറിയിൽ വെക്കരുത്. സ്റ്റെയർ കേസിൻ്റെ ചവിട്ടിക്കൊണ്ട് അവരെ വെക്കരുത്. കാരണം അവരെ നമ്മൾ ബഹുമാനിക്കണം. ഈശ്വരനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ നമ്മുടെ പൂർവികരെയും ബഹുമാനിക്കണം. പക്ഷേ അതിന് വയ്ക്കേണ്ടതായ ഒത്തിരി സ്ഥാനങ്ങളുണ്ട്. അവിടെ മാത്രം വയ്ക്കുക. പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ ഒന്നും വയ്ക്കരുത്. നമുക്കത് വീട്ടിലേക്ക് ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടാക്കിത്തരും. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫോട്ടോസ് ചിലതൊക്കെ തെറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇടികൂടി തല്ലിക്കൂട്ടി പിരിയും. 7 കുതിരകൾ അത് എവിടെ വെക്കണം? 7 കുതിരകൾ വടക്ക് പടിഞ്ഞാറ് ഭിത്തി, അതല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭിത്തി. പിന്നെ കുതിരകളുടെ ഇത് കിട്ടും, സ്റ്റാച്യു, ചെറിയ സിൽവറിൻ്റെ അല്ലെങ്കിൽ ഗോൾഡൻ സ്റ്റാച്യു കിട്ടും. നമ്മുടെ ഓഫീസ് ടേബിളിൽ വെച്ചാൽ നമ്മൾ ഉയർച്ച പെട്ടെന്നായിരിക്കും. ഒരു ഗ്ലോബ് അവിടെ വയ്ക്കുക. അതല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിയുടെ ടേബിളിൽ ഒരു ഗ്ലോബ് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടാകും. ചെറിയ ഗ്ലോബ് മതി, വലുതൊന്നും വേണമെന്നില്ല, വലിയ ഗ്ലോബല്ല, ചെറിയ ടൈപ്പ് ഈ ഇതുപോലത്തെ നമ്മുടെ ഗ്ലാസ് പോലത്തെ ഗ്ലോബ്.
അതുപോലെ ഗ്ലാസിൻ്റെ പിരമിഡ്, പിന്നെ ടേബിളിൻ്റെ പുറത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ അലമാരിയിൽ കാശ് വയ്ക്കണ പെട്ടിയിൽ. ഏത് പിരമിഡിൻ്റെ ഗുണമെന്ന് എന്താണോ കൂട്ടേണ്ടത് അത് കൂട്ടും. നമുക്ക് വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ ഇരിക്കുന്നിടത്താണ് വയ്ക്കുകയെങ്കിൽ എപ്പോഴും ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കും. വസ്ത്രങ്ങളാണെങ്കിൽ വസ്ത്രങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കും. ധനമാണെങ്കിൽ ഇടതടവില്ലാതെ കാശ് വന്നുകൊണ്ടിരിക്കും. നമുക്കൊന്നും അത്ഭുതമായി പോകും. ഈശ്വര ഇത് അങ്ങനെ ഒത്തിരി ചേഞ്ചസ് അതുകൊണ്ട് വരുത്താൻ പറ്റുന്നുണ്ട്. ഞാൻ ആ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ അശോകസ്തംഭത്തിൻ്റെയും സൂര്യൻ്റെയും ഇതൊക്കെ സ്ഥാനങ്ങൾ വേറെയാണ്. പിന്നെ സ്വസ്തിക്, വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് സ്വസ്തിക് ചക്രം. ആ ഒരു സ്വസ്തിക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ ഒരെണ്ണം ഒട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും. പക്ഷേ അതിനകത്ത് വേറെ ഒത്തിരി ഫോട്ടോ ഇതുണ്ട്. ചില സ്ഥലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇറങ്ങി പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇന്ന് ചിത്രം വെക്കണം, ഈ ചിത്രം വെക്കണം, അല്ലെങ്കിൽ ഒരു ചുവർ ചിത്രം വെക്കണം, കയറുമ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ വെക്കണം. അത് എങ്ങനെയാണ്? അത് ഐശ്വര്യവും സന്തോഷവും സമാധാനവും തരുന്ന എന്തും വയ്ക്കാം. ഇറങ്ങി ചെല്ലുമ്പോൾ മഹാലക്ഷ്മി, അതെ, നമുക്ക് കണി കണ്ടു പോയി കഴിഞ്ഞാൽ ലക്ഷ്മിയാണ്. ഈ വിഘ്നേശ്വരൻ, മഹാവിഷ്ണു, നേരെ മറിച്ച് ശിവൻ, ധ്യാന രൂപത്തിലിരിക്കുന്ന ശിവനെ നമ്മൾ കാണാറുണ്ട്. അതല്ല, വീടുകളിൽ വെച്ചാലാധികം വീടുകളിൽ അവിടെ എവിടെയും തൂക്കിയിടുക ചെയ്യാറില്ല. ശിവകുടുംബം ഏറ്റവും ഉത്തമം. ശിവകുടുംബത്തിൻ്റെ ഫോട്ടോയാണ് സാധാരണ ഹിന്ദു മത വിശ്വാസികൾ വയ്ക്കുന്നത്. മറ്റ് ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും കുരിശിൽ കിടക്കുന്ന ജീസസിനേക്കാൾ നല്ലത് ജീസസ് വളരെ പ്രസൻ്റായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് അതാണ് വയ്ക്കേണ്ടത്. കാരണം ക്രൂശിതനായ രൂപം നമുക്ക് ആരാധിക്കാൻ അത് വേറെ സന്ദർഭങ്ങളുണ്ട്. നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിറങ്ങാനായിട്ട് നല്ലത് ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ, അതായത് ശിവൻ ഒറ്റയ്ക്ക് ധ്യാനിക്കുന്നതോ, അല്ലെങ്കിൽ ശിവൻ ഒറ്റ ശിവനായാണോ, അല്ലെങ്കിൽ കുരിശിൽ തറച്ചിരിക്കുന്ന യേശുവിൻ്റെ അങ്ങനെ ഫോട്ടോസ് എന്തെങ്കിലും വീട്ടിലുണ്ട്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് എവിടെ കൊണ്ട് കളയണം? എങ്ങനെയാണത് നിമഞ്ജനം ചെയ്യുന്നത്? അത് സാധാരണ ഒഴുക്കുള്ള വെള്ളത്തിലാണ് നമ്മൾ കളയുന്നത്. ഫോട്ടോസ് പുഴയിലോ കടലിലോ കൊണ്ട് കളയണം. അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ ഏൽപ്പിക്കാം എന്ന് പറയുന്നത് വെറുതെയാണ്. അവിടെയൊന്നും അങ്ങനെ ഏക്കൊന്നുമില്ലത്. നമുക്കത് ഊരി ചില്ല് മാറ്റിയിട്ട് അങ്ങോട്ട് പുഴയിൽ കളഞ്ഞാൽ മതി. ഏറ്റവും സുഖമുള്ള പരിപാടിയാണ്. കാരണം ദേവാലയങ്ങളിൽ ഇതൊക്കെ ആരെ ഏറ്റെടുക്കുക? ഇത് ആ ആൾത്തറയിലൊക്കെ കൂട്ടിയിട്ടുണ്ടാവും. അത് ആൾക്കാർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തട്ടിച്ച് പോയതാണ്. നമ്മളതൊന്നും ചെയ്യരുത്. ഏറ്റവും നല്ല 2-3 വേറെ സാധനങ്ങളുണ്ട്. ലാഫിംഗ് ബുദ്ധ, ചൈനീസിൽ. അതെ, ലാഫിംഗ് ബുദ്ധയിൽ പല രൂപത്തിലുണ്ട്. അത് ഒരു റിസർച്ച് പോലെ തന്നെയാണ്. അത് പക്ഷേ അത് സഞ്ചിയിൽ കാശുമായിട്ട് നിൽക്കേണ്ട ഇതുണ്ട് ബുധൻ. അതാണ് യൂസ് ചെയ്യുന്നത്. പുറത്തുനിന്ന് ഇങ്ങനെ കാശ് ചാടിക്കുന്നതാണ് അകത്തേക്ക്. അത് ശരി. അതുണ്ടെങ്കിൽ ധനത്തെ അട്രാക്ട് ചെയ്യും. അതിനകത്ത് ഒത്തിരി ഉണ്ട്. അതിനകത്ത് കൂടുതൽ എനിക്ക് ഗവേഷണമൊന്നുമില്ല. ഞാൻ മറ്റ് ഇതായിട്ടുള്ളതാണ്. കാരണം അത് ചൈനീസ് ഫെങ്ഷുയിൽ പെട്ടതാണ്. ഫെങ്ഷുയിൽ ഒത്തിരി ഉപകാരങ്ങൾ ചെയ്യുന്ന ഒത്തിരി ഇതുണ്ട്. പിന്നെ കളേഴ്സാണ്. നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് റെഡ് കളർ, പടിഞ്ഞാറ് ഭാഗത്ത് യെല്ലോ കളർ, വടക്ക് ഭാഗത്ത് നീല, ഈസ്റ്റ് വൈറ്റ്. എല്ലാവർക്കും ഒരു വീടിന് 4 വശത്ത് 4 കളർ അടിക്കാൻ പറ്റില്ല. ഇത് ഭയങ്കര പോസിറ്റീവ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതെ, ശരിയാണ്. നീല കളർ വെള്ളത്തിനെ പ്രതിദാനം ചെയ്യുന്നു. വാട്ടറിൻ്റെ സ്ഥാനം കിഴക്ക് മൂലയാണ്. അഗ്നിയുടെ സ്ഥാനം തെക്ക് ഭാഗത്താണ്. തെക്ക് കിഴക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ തെക്ക് ഭാഗം മൊത്തം അഗ്നിയായിട്ട് തന്നെ നമ്മൾ സങ്കല്പിക്കും. പടിഞ്ഞാറ് ഭാഗത്ത് യെല്ലോയാണ്. പബ്ലിക്കുമായിട്ട് വളരെ കോണ്ടാക്റ്റ്, എല്ലാം പ്ലസൻ്റാണ്. അവിടെ വൈറ്റാണ്, സർവ്വം ഈശ്വരിയും. കിഴക്ക് ഭാഗം വളരെ സന്തോഷം. കളറിൻ്റെ പ്രത്യേകത, ചുമർ ചിത്രങ്ങളുടെ പ്രത്യേകത, നമുക്ക് എന്തൊക്കെ വെക്കാം, എന്തൊക്കെ നമ്മളുടെ ധനലാഭത്തിന്, മനസ്സമാധാനത്തിന് നമ്മളുടെ വീട്ടിൽ എന്തൊക്കെ വെക്കണമെന്ന് പറഞ്ഞു തന്നതിനും, അതുപോലെ തന്നെ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തന്നതിനും വളരെ സന്തോഷം. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക. വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.